എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ട്രാക്ക് ആൻഡ് ട്രിക്സ് മലയാളം. ഇന്ന് നമ്മൾ ഗ്രാഫിക്സ് സപ്ലി എക്സാമിന് എന്തൊക്കെ പഠിക്കണം എന്നാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുമ്പ് മാത്സ് സപ്ലിക്ക് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്തതാണ്. പിന്നെ IPR എക്സാമിൻ്റെതും വീഡിയോ ചെയ്തതാണ്. ഇന്ന് ഗ്രാഫിക്സ് ആണ്. ഗ്രാഫിക്സിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ട് വരും. നമുക്കങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പേപ്പറാണ് ഗ്രാഫിക്സ്. ഗ്രാഫിക്സ് നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ടതാണ്. അപ്പോൾ എങ്ങനെ പഠിക്കേണ്ടതെന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ കഴിഞ്ഞ കൊല്ലത്തെ എക്സാമിന് 5 മൊഡ്യൂളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് 4 മൊഡ്യൂളേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്കീമിലും കഴിഞ്ഞ സ്കീമിലും ഉണ്ടായ സെയിം ആയിട്ടുള്ള മൊഡ്യൂൾ ചെക്ക് ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അത് ട്രൈ ചെയ്യുക, പഠിക്കുക, ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ 2024 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ കോളേജിൽ നടന്ന സീരീസ് 1 and 2 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതും ക്വസ്റ്റ്യൻസ് വെച്ച് ട്രൈ ചെയ്ത് വരച്ച് നോക്കുക. അത് കഴിഞ്ഞിട്ട് 2024 ഡിസംബർ യൂണിവേഴ്സിറ്റി എക്സാം, ഗ്രാഫിക്സിൻ്റെ യൂണിവേഴ്സിറ്റി എക്സാമിലുണ്ടായ ക്വസ്റ്റ്യൻ പേപ്പറും ഇവിടെ നിന്നും വാങ്ങി ഉണ്ടായത് പഴയത് നോക്കി ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ ഇതിന് കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ആദ്യം നിങ്ങൾ മൊഡ്യൂൾ 1 മുതൽ എല്ലാം പഠിക്കണം. അതായത് HP എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്താണ്, VP എന്താണ്, ടോപ്പ് വ്യൂ എന്താണ്, ഫ്രണ്ട് വ്യൂ എന്താണെന്നൊക്കെ ആദ്യം മനസ്സിലാക്കി വെക്കുക. ഇതൊന്നും മനസ്സിലാക്കാണ്ട് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട സാധനങ്ങൾ റോളർ സ്കെയിൽ, പെൻസിൽ, പ്രൊട്രാക്ടർ, റബ്ബർ, ഇതൊന്നും ഇല്ലാണ്ട് ഈ എക്സാമിന് പോയിട്ട് ഒരു കാര്യമില്ല. പിന്നെ മൊഡ്യൂൾ 1 എല്ലാ മൊഡ്യൂളും 15 മാർക്സ് ആണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു മൊഡ്യൂളിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓർ ക്വസ്റ്റ്യൻ ആണൊന്ന്. ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യന് 15 മാർക്കാണ്. ടോട്ടൽ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഔട്ട് ഓഫ് 8 4 അറ്റൻഡ് ചെയ്യണം. മൊഡ്യൂൾ 1 ട്രേസ് ലൊക്കേറ്റ് ചെയ്യാനും ട്രൂ ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാനാണ് വരാറ്. മൊഡ്യൂൾ 2 പ്രൊജക്ഷൻസ് വരക്കാൻ, ഡ്രോ ദ പ്രൊജക്ഷൻ. മൊഡ്യൂൾ 3 ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ് വരക്കാനാണ് മൊഡ്യൂൾ 3 കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ്. മൊഡ്യൂൾ 4 ഡ്രോ ഐസോമെട്രിക് പ്രൊജക്ഷൻ, ഐസോമെട്രിക് വ്യൂ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ വരക്കണമെന്ന് ഇന്ന് തന്നെ ചെയ്ത് കണ്ടുപിടിച്ച് റെഡിയാക്കി വെക്കുക. അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. താങ്ക് യു ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.